നമസ്കാരം. വിനായകൻ 19 വയസ്സ്, തൃശ്ശൂരിനടുത്തുള്ള ചാവക്കാട് സ്വദേശി, കൃഷ്ണേട്ടൻ്റെയും ഓമന ചേച്ചിയുടെയും രണ്ടാമത്തെ മകൻ. വിനായകൻ മുടി നീട്ടി വളർത്തിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. വിനായകൻ സ്വന്തം ശരീരത്തെയും സൗന്ദര്യത്തെയും ഇഷ്ടപ്പെട്ടിരുന്ന ആത്മവിശ്വാസമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. കറുത്തവനായതിൻ്റെ പേരിൽ, മുടി നീട്ടി വളർത്തിയതിൻ്റെ പേരിൽ റോഡിൽ വെച്ച് പോലീസുകാർ സംശയാസ്പദമായ സാഹചര്യത്തിൽ പിടിച്ചുകൊണ്ടുപോയതാണ്. അച്ഛനും വീട്ടുകാരും സ്റ്റേഷനിൽ പോയി ഇറക്കിക്കൊണ്ടുവരുന്നതിനിടയിൽ ഒരുപാട് സംഭവിച്ചു. ആ സ്റ്റേഷനിൽ വെച്ച് വിനായകനും സുഹൃത്ത് ശരത്തും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. പിറ്റേന്ന് മനസ്സും ശരീരവും തകർന്ന വിനായകൻ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയുണ്ടായി. നമ്മൾ ഈ വാർത്ത അറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെയാണ്. 2017 ജൂലൈ 19 തുടങ്ങുന്ന കഥയാണിത്. ഞങ്ങൾക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ സമയത്ത് നമ്മളെ അത് ഒരുപാട് വേദനിപ്പിച്ചു. സമാനമായിട്ടുള്ള രീതിയിലുള്ള പോലീസ് പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള പലരുമുണ്ട്, കാരണം ഏതുമില്ലാതെ. വീട്ടുകാരുടെ മുൻപിലും നാട്ടുകാരുടെ മുൻപിലും ഒറ്റപ്പെടുത്തപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിച്ച ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ, അത് കേട്ടപ്പോൾ വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. സമയത്ത് തന്നെയാണ് ചങ്ങാതി, തിരുവനന്തപുരത്തുള്ളൊരു ചങ്ങാതി, അവർ ചോദിച്ചത്, ഫ്രീക്കന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ, അവർക്ക് വേണ്ടിയിട്ട് ആരാ സംസാരിക്കാനുള്ളത്? അപ്പോഴാണ് ആ വാക്കിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഫ്രീക്ക്. എന്താണ് ഫ്രീക്ക്? ആരാണ് ഫ്രീക്ക്? എന്തുകൊണ്ടാണ് ഫ്രീക്കന്മാർ എന്ന പേരിൽ വ്യത്യസ്തരായ രീതിയിൽ വസ്ത്രം ധരിച്ച്, വ്യത്യസ്തരായ രീതിയിൽ മുടി വളർത്തി, താടി വളർത്തി ജീവിക്കുന്നവരെ അഭിസംബോധന ചെയ്യുന്നത്? ഫ്രീക്ക്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമുള്ള ഒരുപാട് ചെറുപ്പക്കാർ, ഒരുപാട് കലാകാരന്മാർ, നാടകക്കാർ, ഒരുപാട് ജീവിതത്തെ സ്നേഹിക്കുന്ന, യുവത്വത്തെ സ്നേഹിക്കുന്ന, ജീവിതത്തിൽ പ്രതീക്ഷയുള്ള ഒരുപാട് ചെറുപ്പക്കാർ അന്ന് തൃശ്ശൂരിൽ വെച്ച് കണ്ടുമുട്ടി, കൂടിപ്പാടി, കൂടി ഉറക്കെ വിളിച്ചു പറഞ്ഞു, വിനായകനെ കൊന്നത് ഞങ്ങളല്ല, വിനായകനെ കൊന്നത് നിങ്ങളാണ്.
മനുഷ്യ സമൂഹം എന്നുള്ളത് ഉറക്കെ പറയാനാണ്. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് വിനായകനെ ഓർക്കാൻ വേണ്ടിയാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ഇനി ഇതുപോലുള്ള ഒരു ആക്രമണം പോലീസിന്റെ ഭാഗത്തു നിന്നായാലും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നായാലും സാധാരണ മനുഷ്യന് നേരെ, കറുത്തവന് നേരെ, കുടിയിരിക്കുന്നവന് നേരെ, ദളിതന് നേരെ, അടിച്ചമർത്തപ്പെട്ടവന് നേരെ, ഒരു മനുഷ്യന് നേരെ ഉറക്കാൻ പറയാം. അപരിഷ്കൃതരായിട്ടുള്ള ഒരു മനുഷ്യ സമൂഹത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ്. നീതി നിർവഹിക്കേണ്ട മനുഷ്യർ തന്നെ ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ച്, അത് മർദ്ദനം മാത്രമല്ല അതിലുള്ളത്, അതിൽ ബലാത്സംഗമുണ്ട്. അയാളുടെ ജനനേന്ദ്രിയത്തിനെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, അയാളുടെ മുലക്കണ്ണുകൾ ഞെരിച്ചിട്ടുണ്ട്. അയാൾക്ക് ഇനി തുടർന്നങ്ങോട്ട് ജീവിക്കാനായിട്ട് അയാൾ കരുതി വെച്ച ആത്മവിശ്വാസം, അയാളുടെ ആരോഗ്യം, അയാളുടെ ധൈര്യം എല്ലാം തകർത്ത് കളഞ്ഞ് അങ്ങനെയാണ് കൊന്നു കളഞ്ഞതാണത്. ഇത് ഒരൊറ്റപ്പെട്ട കാര്യമായിട്ടല്ല സംഭവിക്കുന്നത്. എത്രയോ ചെറുപ്പക്കാർക്ക് ഇതുപോലുള്ള ദുരനുഭവങ്ങളുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, വെറുതെ നിങ്ങൾ പോലീസിനാൽ അകാരണമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഒരു മിനിറ്റ് നിങ്ങൾ കൈയടിച്ചാൽ മതി. ഒരു മിനിറ്റ്. എല്ലാ മനുഷ്യരും വേദനിച്ച ഒരു സംഭവമായിരുന്നു രോഹിത് വെമുലയെ. രോഹിത് വെമുല നമ്മുടെ പ്രതീക്ഷയായിരുന്നു. ഏറ്റവും താണ നിലയിൽ നിന്നും വരുന്ന മനുഷ്യർ എങ്ങനെയാണ് ആത്മധൈര്യം ഉണ്ടാക്കി കയറി വരുന്നതെന്നും സമൂഹത്തിന് തന്നെ വലിയൊരു പ്രതീക്ഷയാകുന്ന തരത്തിൽ വളർന്നു വരുന്നതെന്നുള്ളത് രോഹിത് വെമുലയെ പോലുള്ള ചെറുപ്പക്കാരെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. രോഹിത് വെമുലയും പീഡനത്തിനിരയായി വിധേയനായി ജീവിക്കാൻ തയ്യാറാകാതെ മനുഷ്യ സമൂഹത്തിനോട് ഉറക്കെ പറഞ്ഞു പോയി, നോക്ക് ഞാൻ പോവുകയാണ്, കാരണം ഞാൻ ജനിച്ചത് തന്നെയാണ് ഏറ്റവും വലിയ അപകടം, ഞാൻ ജനിച്ചത് തന്നെയാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. വിനായകനെ കൊന്നത് നിങ്ങളാരെങ്കിലും ആണോ? വിനായകനെ കൊന്നത് നിങ്ങളാരെങ്കിലുമാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കൂടി നിൽക്കാം. വിനായകനെ കൊന്നത് ആരാണെങ്കിൽ അവരെ പിടികൂടുന്നവരെ നമ്മൾ ഇവിടെ നിന്ന് പാടും. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ആ അതെ, പോലീസ് സ്റ്റേഷനാണ്. എന്താണ്? അല്ല സാർ, ഇവിടെ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട്. എവിടെ പ്രശ്നം? അല്ല, എന്താണ് പ്രശ്നം? അല്ല, ഇവിടെ മുടി നീട്ടിയിട്ടുള്ള കുറച്ച് ചെറുപ്പക്കാർ കൂടി തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിൽ നിന്ന് പാടുന്നുണ്ട്. എവിടെ? അയ്യോ അയ്യോ, പാട്ടോ? എവിടെ പാട്ട്? എവിടെ ചാടി? എവിടെ മുടി? എവിടെ? എടുക്കണം എടുക്കണം എടുക്കണം, ലാസ്റ്റ് ഓടുകടാ. വിനായകൻ കൊല്ലപ്പെട്ടതാണ്, നമുക്ക് ആർക്കും അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പോലീസുകാർക്ക് സംശയമുണ്ട്. കൊന്ന പോലീസുകാർക്ക് ഇപ്പോഴും സംശയമാ വിനായകൻ കൊല്ലപ്പെട്ടതാണോ എന്ന്. ഒരു മര്യാദയുണ്ട് ഈ രാജ്യത്ത്, ഒരു നിയമമുണ്ട് ഈ രാജ്യത്ത്. ഈ രാജ്യത്ത് ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നമ്മളിപ്പോ എന്ത് ചെയ്യും? നമ്മള് ഒരു ബൈക്ക് എടുത്തിട്ട് റോഡിലേക്ക് ഇറങ്ങും. പോലീസ് ഉണ്ടല്ലോ, നമ്മളിപ്പോ പോലീസ് ഉണ്ടല്ലോ എന്ന് കരുതി റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ബുക്കും പേപ്പറും ഉണ്ട്, വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ട്, സകലതുമുണ്ട്. പക്ഷെ നമുക്ക് ഒന്നുകൂടി ഉണ്ട്, നമുക്ക് മുടിയുണ്ട്. അതിവരുടെ പ്രശ്നമാ, പോലീസുകാരുടെ പ്രശ്നമാണ് നമുക്ക് മുടിയുണ്ട് എന്നുള്ളത്. നമ്മുടെ രൂപം എന്താണെന്നുള്ളത് ഈ പോലീസുകാരുടെ പ്രശ്നമാണ്. അവർ ചോദിക്കുന്നത് നമ്മൾ കോളനിയിൽ നിന്നാണോ വരുന്നത് എന്നാണ് വിനായകനോട് കൊല്ലുന്നതിന് മുമ്പ് ഇവർ ചോദിച്ചത്. നീ കോളനിയിൽ നിന്നാണ് വരുന്നത് എന്നത് ഈ പോലീസുകാരുടെ പ്രശ്നമാകുന്നത് എങ്ങനെയാ? അതെന്റെ പ്രശ്നമാകുന്നത് എങ്ങനെയാണ്? ഞാൻ കോളനിയിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് എന്റെ പ്രശ്നമാകുന്നത് എങ്ങനെയാണ്? കോളനിയിൽ നിന്ന് വരുന്ന ഒരാളെ പോലീസുകാരെന്നെ കൊല്ലുവോ? കൊല്ലും. ഞങ്ങളുടെ വിനായകനെ നിങ്ങൾ കൊന്നിരിക്കുന്നു. ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഞങ്ങള് സങ്കടം കൊണ്ടാ പാട്ട് പാടുന്നത്.
ഞങ്ങൾ സങ്കടം കൊണ്ടാ ഇവിടെ കൂടി നിൽക്കുന്നത്. ഞങ്ങൾ സങ്കടം കൊണ്ടാ. ഞങ്ങൾക്ക് സങ്കടം കൊണ്ട് കല്ലെറിയാൻ അറിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ജീവിക്കണം. ഞങ്ങൾക്ക് ഈ കോളനികളിൽ ജീവിക്കണം. ഒരു മനുഷ്യൻ കടത്തിരുന്നതിന്റെ പേരില് നിങ്ങളെ കൊന്നത് ജാതി കൊണ്ട് തന്നെയാണ്. നിങ്ങൾ എന്താ പറയുന്നറിയോ? ഇവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? വടക്കേ ഇന്ത്യയിലൊക്കെ മാത്രമേ ഇത് ഒന്നാ പറയുന്നത്. നാണമില്ല ഇവർക്ക്. ഇതൊരു വലിയ കൂടി നിൽപ്പാണ്. ഇതൊരു വലിയ കൂട്ടായ്മയാണ്. ഇതിന് രാഷ്ട്രീയമൊന്നുമല്ല. നമുക്ക് കൂടി നിന്നേ പറ്റൂ. മരങ്ങളും മനുഷ്യരും ഒന്നായിരുന്നു. കാവുകളും ചോലകളും ഒന്നായിരുന്നു. മരങ്ങളും മനുഷ്യരും ഒന്നായിരുന്നു. കാവുകളും ചോലകളും ഒന്നായിരുന്നു. ഫ്രീക്കന്മാർ എന്ന് പറയുന്ന എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഒന്നല്ല. മഹാത്മാഗാന്ധി ഫ്രീക്കനായിട്ടില്ലേ? അല്ലെ? എല്ലാവരും കോട്ട് സൂട്ടിട്ട് നടക്കുമ്പോ അദ്ദേഹം ഒരു ഒറ്റമുട്ട് മാത്രം എടുത്തിട്ട് പ്രത്യക്ഷപ്പെടുന്നു. വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നു. അതിനേക്കാൾ വലിയൊരു ഫ്രീക്കൻ ഇന്ത്യക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ നമുക്കറിയാം, കുടുംബം വെച്ച് നടന്നിരുന്ന നമ്പൂതിരിമാരിൽ നിന്ന് ഒരാൾ കുടുംബം മുറിച്ചപ്പോ അയാൾ ഫ്രീക്കനായി. അപ്പൊ കുടുംബം മുറിച്ച നമ്പൂതിരിമാരൊക്കെ ആദ്യത്തെ ഫ്രീക്കന്മാരായിരുന്നു. അതുപോലെ തന്നെ ജാക്കറ്റ് ഇട്ട പെണ്ണുങ്ങളൊക്കെ ഫ്രീക്കത്തികളായിരുന്നു. ജാക്കറ്റ് ഇടാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ബ്ലൗസ് ഇടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ബ്ലൗസ് ഇടുന്നവൾ ഫ്രീക്കത്തി. അങ്ങനെയാണ്. ഹിപ്പികൾ വന്നു, നക്സലൈറ്റുകൾ വന്നു. എല്ലാവരും എന്തുകൊണ്ടാണ് സ്വന്തം ദേശത്തിൽ വെട്ടിത്തിരുത്തൽ വരുത്തുന്നത്? ഇതൊരു ഫാഷന്റെ പിന്നാലെയുള്ള ഒരു പോക്ക് മാത്രമൊന്നുമല്ല. പക്ഷെ പലതും വ്യവസ്ഥയോടുള്ള വിയോജിപ്പ് കാണിക്കാനാണ്. നമുക്ക് ചില അടയാളങ്ങൾ വേണം. ഞങ്ങൾ ഇതിനോട് യോജിക്കുന്നില്ല. അവരവരുടെ ശരീരത്തിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള സ്വയം നിർണയ അവകാശം നമ്മൾ പോലീസിന് വിട്ടുകൊടുക്കില്ല.
നടന്നു വരാം. നമുക്കൊന്ന് ആളുകളോട് പൊതുജനത്തിനോടും പറയണം, ഞങ്ങൾ ഇത്രയും മനുഷ്യരിവിടെ കൂടിയിട്ടുണ്ട്, അത് വിനായകന്റെ മരണത്തിൽ പ്രതിഷേധിക്കാനാണെന്നും പറഞ്ഞിട്ട് നമുക്ക് പാട്ടുപാടി കൈകൊട്ടി നമുക്ക് കുറച്ചു നേരം അവിടെ നിൽക്കാം, വിനായകനെ ഓർക്കാം, അവന്റെ കൂടെ ഉണ്ടാക്കാം. കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. അതായത് നീതിയെ മറന്നുകൊണ്ട് അനീതിയെ പ്രതിഷ്ഠിക്കുന്ന ഈ നിലപാടുകൾ നമുക്ക് മാറ്റാനായിട്ട് പറ്റണം. ഇന്നിവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് കലയിലൂടെ നമ്മൾ പങ്കുവെക്കുകയാണ് എങ്ങനെയാണ് മനുഷ്യര് സമാധാനപരമായിട്ട് കൂടി
കല ചെയ്യുന്നത്, താടിയും മുടിയും വളർത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നല്ല. അതിനപ്പുറത്ത് നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ്, ആ ജീവിതത്തിലുള്ള അർത്ഥം എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ മനുഷ്യർക്കായിട്ട് പങ്കുവെക്കുന്നത്, അതൊരു കാണിക്കാനായിട്ടും പങ്കുവെക്കാനായിട്ടും സമയമാണ്. ചെറുപ്പക്കാർ ആയുധങ്ങളും മറ്റു മാരകമായിട്ടുള്ള കാര്യങ്ങളും ഒന്നുമല്ല കയ്യിലേന്തുന്നത്, അവർ കലയെയാണ് കയ്യിലേന്തുന്നത്. നിങ്ങളുടെ അയൽപക്കത്ത് ഇതുപോലൊരു അനീതി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജാതി മത രാഷ്ട്രീയ ഭേദം മനുഷ്യർ അവിടെ എത്തുകയും വേണ്ടത് എന്താണ്, നീതിയാണ് വേണ്ടതെങ്കിൽ ആ നീതിക്ക് വേണ്ടിയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റണം. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ കൂടിയിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം, പങ്കുവെച്ച് നോക്കാം, ധൈര്യം എടുക്കാം.
പോലീസിന്റെ പണിയല്ല. അത്തരക്കാരെ കേരള പോലീസിന് വേണ്ടെന്ന് DGP. അത്തരക്കാരെ കേരള പോലീസിൽ വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് വായിക്കേണ്ടതുണ്ട്. വെറുതെ വായിച്ചു പോവാം. പോലീസ് മുടിവെട്ടുന്ന പണിയെടുക്കേണ്ടെന്ന് DGP ലോക്നാഥ് ബെഹ്റ. യുവാക്കളെ പിടിച്ച് മുടിവെട്ടിച്ച് വിടുന്നത് ചില SIമാർ പതിവാക്കിയിട്ടുണ്ട്. ഈ പരിപാടി ഇനി തുടരേണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ബെഹ്റ നൽകിയത്. വസ്ത്രധാരണം എന്നീ കാര്യങ്ങൾ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വരുന്ന കാര്യമാണ്. പോലീസ് ഇടപെടരുത് എന്നും DGP പറഞ്ഞു. പോലീസിന്റെ ഏറ്റവും വലിയ ആയുധം തോക്കും ലാത്തിയുമല്ലെന്നും അത് പോലീസിന്റെ പെരുമാറ്റമാണെന്നും DGP ലോക്നാഥ് ഇതാണ് പറയുന്നത്. മനുഷ്യർ കൂടി നിന്ന് കഴിഞ്ഞാൽ ജനാധിപത്യത്തിന് തിരുത്തേണ്ടത് തിരുത്തേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് തോന്നിയതല്ല ഇനി പരിപാടി ചെയ്യേണ്ടതാണ്. അല്ല, കേരളത്തിലെ പൊതുജനം പൊതുസമൂഹം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഈ പരിപാടി തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ പേര് വെക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ പേര് വെട്ടുന്ന പരിപാടി തുറന്നാൽ ഞങ്ങൾ നിങ്ങളുടെ പേര് വെട്ടുന്നു. അപ്പൊ മാറ്റം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ജൂലൈ 29-ാം തീയതി തൃശ്ശൂരിൽ വെച്ച് നടന്ന ഫ്രീക്ക് സാറ്റർഡേ. അതിനുശേഷം ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു നമ്മളുടെ എല്ലാവരുടെയും. ഇനിയും വിനായകനെ കൂടുതലായി അറിയേണ്ടതുണ്ട് എന്ന ധാരണയിൽ നിന്നാണ് 29-ന് ശേഷം തേങ്കണ്ടിയിലുള്ള വിനായകന്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ കണ്ട കാര്യങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു എന്ന് പറയാതെ വയ്യ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70-ലധികം സംഘടനകളാണ് വിനായകന്റെ വീട്ടിലെത്തി പിന്തുണ പ്രഖ്യാപിച്ചത്, വാഗ്ദാനങ്ങൾ നൽകിയത്. മുദ്രാവാക്യം വിളിയിലൂടെ അവർ പ്രതിഷേധിക്കുന്നു എന്ന് ഉറപ്പുവരുത്തിപ്പോയത്. പക്ഷേ 2 ആഴ്ചയ്ക്ക് ശേഷവും ആ വീട്ടിൽ ആരും പണിക്ക് പോകുന്നില്ല എന്ന് തിരിച്ചറിയാനായി ഒരു സംഘടനയും ഉണ്ടായിരുന്നില്ല. വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ മനുഷ്യന്റെ വയറ് നിറയ്ക്കില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു നേതാക്കന്മാരും ഉണ്ടായിരുന്നില്ല.
അവിടെയും ഫ്രീക്കന്മാർ കൂടി നിൽക്കാൻ തീരുമാനിച്ചു. വീണ്ടും 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 പറഞ്ഞു, സമയമായിട്ടില്ല, തിരിഞ്ഞു പോകാൻ. നമുക്കൊരു കാര്യം ചെയ്യാം, വിനായകൻ്റെ അമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ നമ്പർ ഇതാണ്, ആവുന്നത് നമുക്ക് പങ്കുവയ്ക്കാം. ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത്രയധികം ചലനമുണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായത് വീണ്ടും ഒരിക്കൽ കൂടി. കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും, കേരളത്തിന് വെളിയിൽ നിന്നും ഒരുപാട് മനുഷ്യർ അവരുടേതായ രീതിയിൽ കൊച്ചു കൊച്ചു സംഭാവനകൾ നൽകി. ആ കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ആവശ്യമായ അടിസ്ഥാന കാര്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ ഒരു കൊച്ചു കൈത്താങ്ങ് അതിനും സാധിച്ചു ഫ്രീ സാറ്റർഡേക്ക്. ഫ്രീക്കന്മാർക്ക് മറക്കുന്നില്ല വിനായകന് നഷ്ടപ്പെട്ട ജീവൻ, വിനായകന് നിഷേധിക്കപ്പെട്ട നീതി.